നമസ്കാരം. ഇത് ടാറ്റയുടെ ഇൻട്ര V50 ആണ്. ഇൻട്ര V50 പിക്കപ്പാണ്. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇൻട്ര പിക്കപ്പിനെ V50 പിക്കപ്പിനെ ഒരു ഇത്തിരി പ്രത്യേകതകളുള്ള ഒരു വണ്ടിയായിട്ടും ഈ ഒരു ഗണത്തിലെ ഏറ്റവും മികച്ച വണ്ടികളൊന്നായിട്ട് വേണം കാണാനായിട്ട്. അങ്ങനെ പറയാനായിട്ട് കുറച്ച് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളാണ് ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. എന്താണ് ഇൻട്ര V50യുടെ പ്രത്യേകതകൾ എല്ലാം പറയാം, വരൂ. കാണാൻ തീർത്തും ഭംഗിയുള്ള ഒരു പിക്കപ്പാണ് ശരിക്കും ഇൻട്ര V50. അതിൽ സംശയമൊന്നുമില്ല. ഇതിൻ്റെ രൂപമെന്ന് പറയുന്നത് ഒരു ഭംഗിയുള്ള കാറ് പോലെ എന്ന് പറയാവുന്നതിൽ ഭംഗിയുള്ള ഒരു പിക്കപ്പ് പോലെ എന്ന് പറയാം. പെയിൻറ്റ് ഷെയ്ഡാണെങ്കിലും അതല്ലെങ്കിൽ ലൈറ്റുകളാണെങ്കിലും എല്ലാം ഒരു ഇത്തിരി എലഗൻ്റാണ് എന്ന് തന്നെ പറയേണ്ടതാണ്. ഉയരമുള്ള വണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇൻട്ര V50. ആ വലിയ ഗ്ലാസ് ഏരിയയും താഴെ കൊടുത്തുള്ള ക്രോം എലമെൻറ്റുകളും, ക്രോം എലമെൻ്റ് എന്ന് പറയുമ്പോൾ ആ ഗ്രില്ലാണെങ്കിലും അതല്ല അതിൻ്റെ ഇരുവശത്തും കൊടുത്ത ക്ലിയർ ലെൻസ് ആയിട്ടുള്ള ഹെഡ് ലാമ്പാണെങ്കിലും എല്ലാം അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് എന്ന് തന്നെ പറയാം. ഇനി താഴേക്ക് നോക്കിയാൽ ഒരു വലിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വണ്ടി തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ ഇൻട്ര എന്ന് പറയുന്നത്. ഇനി മുകളിൽ ഒരു ആൻറ്റന കൊടുത്തിട്ടുണ്ട്, മാത്രമല്ല ഫോഗ് ലാമ്പിനുള്ള പ്രൊവിഷൻ ഉണ്ട്. വലിയ ഡോറും വലിയ വിൻഡോ ഏരിയയും വലിയ ആ ഒരു ബെഡും ശരിക്കും ഇൻട്രയുടെ പ്രത്യേകതയാണ്. ഇപ്പോൾ താഴേക്ക് നോക്കി ആ ഒരു ആക്സിലും സസ്പെൻഷനൊക്കെ തന്നെ കാണാം. എയർ ഫിൽറ്റർ ഇവിടെയായിട്ട് കാണുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഡോർ ഹാൻഡിൻ്റെ പൊസിഷനൊക്കെ നല്ലതാണ്. ഇവിടെ ആ ഒരു ബ്ലാക്ക് ഇൻസെർട്ട് കൊടുത്തും ഒരിത്തിരി ഭംഗി തോന്നിച്ചു. വലിയ മിററുകളും ശരിക്കും പറഞ്ഞാൽ ഇൻട്രയുടെ ആ ഒരു പ്രത്യേകതയായിട്ട് പറയാം. 9.8 അടിയാണ് ഈ ഒരു ബെഡിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇത് ഫ്ലാറ്റാണ്. ഇതിൽ ആ ഒരു മഡ് ഗാർഡും കാര്യങ്ങളൊന്നും കാണില്ല. ഇനി ഇവിടെ നമുക്ക് ആ ഒരു ക്ലിയർ ലെൻസ് ആയിട്ടുള്ള ടെയിൽ ലാമ്പ് കാണാം. പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. സ്പെയർ വീല് താഴെയായിട്ടാണ് കൊടുക്കുന്നത്. അതുമാത്രമല്ല ഈ ഒരു വണ്ടിയുടെ ഇൻട്ര പിക്കപ്പിനുള്ള മോണിക്കർ ആ ഒരു ഇടതുവശത്ത് കാണാം. ഇൻട്രയുടെ വശങ്ങളിലെ ആ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് താഴെയായിട്ടാണ് കൊടുക്കുന്നത്. ഇനി ഡോർ തുറന്നു കഴിഞ്ഞാൽ കാറുകളുടേത് പോലുള്ള ആ ഒരു സ്റ്റിയറിംഗ് വീലും അതിൻ്റെ ആ ഒരു ഡാഷ്ബോർഡ് ഡിസൈനൊക്കെ തന്നെ മനോഹരമാണെന്ന് കാണാം. ഇവിടെ സീറ്റ് അത്യാവശ്യം നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഹെഡ് റെസ്റ്റോടുകൂടി സീറ്റാണ്. ഈ സീറ്റിൽ ഇരിക്കാനായിട്ട് അത്യാവശ്യം നല്ല സുഖമുണ്ട്. എന്തുമാത്രമല്ല ആ സീറ്റിൻ്റെ ബാക്കിൽ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആ ഒരു മ്യൂസിക് സിസ്റ്റത്തിനുള്ള ആ ഒരു പ്രൊവിഷൻ ഉണ്ട്. ആ ഒരു കോളം ഷിഫ്റ്റാണ് അവിടെ കാണുന്നത്, കണ്ടില്ലേ. ഈ ഇൻട്രയ്ക്ക് AC ഉള്ള ഒരു മോഡൽ കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഈ സീറ്റുകൾ സപ്പോർട്ടീവാണെന്ന് പറഞ്ഞില്ലേ, എന്നാൽ ഈ സീറ്റുകൾക്ക് നടുവിൽ ഒരു ചെറിയ കുഷൻ കൊടുത്തിട്ട് മൂന്നാമതൊരാൾക്ക് ഇരിക്കാനുള്ള ഒരു പ്രൊവിഷൻ ടാറ്റ നൽകി എന്നുള്ളത് നല്ല കാര്യമാണ്. ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു തടസ്സമുണ്ടാവും. എന്നാലും ഇവിടെ ഡോറിലാണെങ്കിൽ ആ ഒരു ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സംഭവം കാണാൻ നല്ല ഭംഗിയുള്ള വണ്ടി തന്നെയാണ്. ഇപ്പോൾ ക്രോം എലമെൻറ്റുകളാണെങ്കിലും അതല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു യൂസ് ആണെങ്കിലും ആ ഒരു മിററിൻ്റെ സൈസൊക്കെ തന്നെ ഭംഗിയുണ്ട്. പക്ഷേ ഇതിനകത്ത് വണ്ടി ഓടിക്കുമ്പോൾ നമ്മളെ സഹായിക്കുന്ന കുറച്ചധികം സവിശേഷതകളുണ്ട്. ഇൻട്ര V50യുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗാണ്. ഈ ഒരു പവർ സ്റ്റിയറിംഗിൻ്റെ ഈ ഒരു ഈസിനെസ് കാരണം നമുക്ക് ചെറിയ റോഡിലൂടെ ആണെങ്കിലും അതല്ലെങ്കിൽ എന്താ പറയുക ശരിക്കും വണ്ടി ഹൈവേയിൽ ഓടിക്കുമ്പോഴാണെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് കൊണ്ടുനടക്കാമെന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ ലോഡ് കയറ്റിയ വണ്ടിയിൽ അല്ലെങ്കിൽ ലോഡ് കയറ്റിയ വണ്ടിയുടെ ആ ഒരു ഭാരം നമുക്ക് അധികം അറിയാതെ തന്നെ ഈ ഒരു സ്റ്റിയറിംഗിൻ്റെ സഹായത്തോടെ വണ്ടി ഓടിക്കാം. പവർ സ്റ്റിയറിംഗിൻ്റെ കൂടെ പറയേണ്ടുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കുറഞ്ഞ ടേണിംഗ് റേഡിയസാണ്. 6 മീറ്ററാണ് ഇൻട്രയുടെ ടേണിംഗ് റേഡിയസ്. ഇത് വട്ടം തിരിക്കാൻ വളരെ ഈസിയാണ് എന്നുള്ളതാണ്. ഒരിത്തിരി ബുദ്ധി കൂടിയുള്ള വണ്ടിയാണ് ഇൻട്ര എന്ന് പറയാം. ഇതിന് ഗിയർ ഷിഫ്റ്റ് അഡ്വൈസർ ഉണ്ട്. എന്ന് വെച്ചാൽ ഏത് സമയത്താണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അത് നമുക്ക് പറഞ്ഞുതരും. ഇത്രയൊക്കെ ഉള്ള വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പീസ് ഓഫ് മൈൻഡ് കാര്യം പറയണം. 72,000 കിലോമീറ്റർ അല്ലെങ്കിൽ 2 വർഷം വാറണ്ടിയാണ് ടാറ്റ V50ക്ക് ടാറ്റ മോട്ടോഴ്സ് പറയുന്നത്, ഇൻട്ര V50ക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചധികം കിലോമീറ്റർ ഓടിക്കാൻ പീസ് ഓഫ് മൈൻഡോട് ഓടിക്കാൻ പറ്റുന്ന ആ ഒരു വാറണ്ടി സ്കീം കൂടി ഈ ഒരു വണ്ടിക്കുണ്ട്. ഈ സവിശേഷതകളുടെ കൂട്ടത്തിൽ പറയേണ്ട കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈക്കോ മോഡ്, USB ചാർജിങ് പോർട്ട്, AC എന്നിവ. അതായത് ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഓടിക്കുന്ന ആൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വണ്ടി ഓടിക്കുക, ചിലപ്പോൾ രാത്രിയും ഓടിക്കുക എന്നുള്ളത് ചൂട് കൊണ്ട് ഓടിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്തിരി കംഫർട്ടബിളായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ AC സഹായിക്കുന്നതാണ്. ഈക്കോ മോഡ് എന്ന് പറയുമ്പോൾ ഫ്യൂവൽ എഫിഷ്യൻസിയുടെ ഒരു കാര്യം. ഇക്കോ മോഡ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു മോഡിൽ ഓടിച്ചാൽ ലോഡില്ലാത്തപ്പോൾ നമുക്ക് ആ ഒരു ഫ്യൂവൽ എഫിഷ്യൻസിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. ഇക്കോ മോഡ് വേണ്ടാന്ന് പറഞ്ഞാൽ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 9,63,000 രൂപയാണ് ഈ ഒരു ഇൻട്രയുടെ എക്സ്ഷോറൂം പ്രൈസ് V50യുടെ. പല കളറുകളുണ്ട്. എനിക്ക് ഈ ഒരു കളറാണ് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. കൂടാതെ ഈ ഒരു വണ്ടിക്ക് 95% ഫിനാൻസിങ് സ്കീമുകളും ലഭ്യമാണെന്നുള്ളതാണ്. ടാറ്റ ഇൻട്ര V50 ഉണ്ടല്ലോ, ഓടിക്കാൻ നല്ല രസമാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ 1.5 എഞ്ചിൻ എന്ന് പറയുന്നത് നല്ല പവർഫുള്ളാണ്, 80 HP. അപ്പോൾ ഹൈ ഗ്രേഡബിലിറ്റി ഉണ്ട് എന്നാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നുള്ള കാര്യമായിട്ട് പറയുന്നത്. കൂടാതെ 220 ന്യൂട്ടൺ മീറ്റർ ടോർക്കുണ്ട്. അപ്പോൾ ലോഡ് വെച്ചാലും വലിയ കുഴപ്പമില്ലാതെ ഓടിക്കാൻ പറ്റും.
ഇന്നത്തെ കാലത്ത് എ സിയിലാണ് വണ്ടി ഓടിക്കുക പറഞ്ഞാൽ വലിയ പാടാം. അപ്പോൾ ഇൻട്ര മേടിച്ചാൽ എ സി ഉള്ള വണ്ടി ഓടിക്കാം എന്നുള്ള ഗുണം കൂടി ഉണ്ട് എന്നുള്ള കാര്യമുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, അതൊരു നല്ല കാര്യമായിട്ട് തോന്നിയ കാര്യമാണ്. ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ നോക്കിയിട്ട് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാം, അപ്പ് ചെയ്യാം, ഡൗൺ ചെയ്യുക ചെയ്യാം. ഡിജിറ്റൽ മീറ്ററാണ്, റീഡബിലിറ്റി കൊള്ളാം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഈ സ്റ്റിയറിംഗ് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ആ ഒരു ചാട്ടം ഒന്നും വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. 15 ഇഞ്ചാണ് ഇതിൻ്റെ വീൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ നല്ല കാര്യങ്ങളായിട്ട് കാണാവുന്ന കാര്യമാണ്. ഇതിനകത്ത് ഇരിക്കാൻ ഒരു കാർ പോലെയാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയൊന്നുമില്ല. ശരിക്കും വലിയ ഒരു കാറിലിരിക്കുന്ന ഒരു SUV കൈൻഡ് ഓഫ് റൈഡിങ് പോസ്റ്റർ എന്നൊക്കെ നമുക്ക് വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് പറയാം. അപ്പോൾ രസമുണ്ട് ഓടിക്കാനായിട്ട്, രസമുള്ള വണ്ടിയാണ്, ലോഡ് കയറ്റി ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ്, ലാഭമുള്ള വണ്ടിയാണ്, വാറണ്ടി നല്ലോണമുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടിക്കുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്തോ ആവട്ടെ, നിങ്ങൾക്ക് ഒരു പിക്കപ്പാണ് ആവശ്യമെങ്കിൽ, ഒരു നല്ല പിക്കപ്പാണ് ആവശ്യമെങ്കിൽ ടാറ്റ ഇൻട്ര നോക്കിക്കോളും. അതിന് കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈസിനെസ് ആണ്, കൊണ്ടുവരാനുള്ള ഈസിനെസ് ആണ്, ഇതിൻ്റെ കോമ്പാക്ട് സൈസും എന്നാൽ വലിയ ബെഡും, അതുപോലെ ഇതിൻ്റെ ആ ഓടിക്കാനുള്ള ആ ഒരു ഫീലും, സസ്പെൻഷൻ്റെ ഒരു എന്താ പറയുക ലോഡിങ് കേപ്പബിലിറ്റിയും ഹൈ ഗ്രേഡബിലിറ്റിയും എല്ലാം ഈ വണ്ടിയെ ഒരു എന്താ പറയുക ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കുന്ന കാര്യമായിട്ട് കാണാം. ഇതൊരു നല്ല പിക്കപ്പാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.